രായൻ റിട്ടൺ ഡയറക്ടഡ് ബൈ ധനുഷ് ഒരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ തുഷാര വിജയൻ, അതുപോലെ തന്നെ സുദീപ് കിഷൻ, കാളിദാസ് ജയറാം, വരലക്ഷ്മി ശരത് കുമാർ, അപർണ ബാലമുരളി, പ്രകാശ് രാജ്, സെൽവരാഘവൻ, എസ് സൂര്യ, അങ്ങനെ ഒരു പിടി നല്ല താരങ്ങൾ ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. വളരെ മികച്ച ഒരു ആക്ഷൻ ത്രില്ലർ ആയിട്ടാണ് ഈ സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത്. അതായത് ധനുഷിന്റെ രണ്ട് ബ്രദേഴ്സ്, അതായത് കാളിദാസ് ജയറാമും അതുപോലെ തന്നെ നമ്മുടെ സുദീപ് കിഷനും അനിയത്തി തുഷാര വിജയൻ, ഈ നാലാൾക്കാർ തമ്മിലുള്ള ബോണ്ടിങ് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെ വിസിബിൾ ആണ്. അവരുടെ കുട്ടിക്കാലമൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഭാഗമൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല രസകരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് കളറിലേക്ക് വരും. ആ ഒരു ട്രാൻസിഷൻ നല്ല അടിപൊളിയായിരുന്നു. അതായത് പഴയ കാലഘട്ടത്തിൽ നിന്ന് പുതിയ കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട്, അത് അടിപൊളിയായിരുന്നു. സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത് ഓം ആണ്. അടിപൊളിയായിട്ടുള്ള വർക്കായിരുന്നു. സിനിമയുടെ മ്യൂസിക് AR റഹ്മാൻ ആണ്. അതിലേക്ക് ഞാൻ വരാം, മ്യൂസിക്കിലേക്ക് ഞാൻ വരാം. സിനിമയുടെ പ്ലോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലായിട്ട് തമിഴ് ആക്ഷൻ പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഗുണ്ടായിസം, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് തന്നെയാണ് ഈ സിനിമ പറയുന്നത്. അങ്ങനെ വലിയ പുതുമയുള്ള ഒരു പ്ലോട്ട് ഒന്നുമല്ല. സിനിമയുടെ കഥയൊക്കെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും അതിന്റെ അവതരണം വളരെ ഫ്രഷ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു വരേണ്ട ആള് ധനുഷ് തന്നെയാണ്. ധനുഷിന്റെ ഇൻട്രോ സീനൊക്കെ വളരെ നോർമൽ ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷേ ഇന്റർവെല്ലിന് തൊട്ട് മുമ്പ് ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അവിടെ നമ്മൾ ധനുഷും കാളിദാസ് ജയറാമും ഈ സുദീപ് കിഷനും വരുന്ന ആ ഒരു ട്രയോ വരുന്ന ഒരു സീൻ ഉണ്ട്. അത് നല്ല കിടിലമായിരുന്നു. സിനിമയിലെ ആക്ഷനൊക്കെ അതിഗംഭീരമാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രകാശ് രാജിന്റെ കഥാപാത്രം, ഒരു പോലീസ് ഓഫീസറുടെ റോളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. സിഗരറ്റ് വലിച്ച് ആൾക്കാർ വെടിവെച്ച് വരുന്ന ഒരു പോലീസ് ഓഫീസർ. വലിയ പുതുമയുടേതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ, വലിയ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ നന്നായി തന്നെ ചെയ്തു. ഈ എടുത്തു വരേണ്ട ആള് SJ സൂര്യയാണ്. SJ സൂര്യ നമ്മൾ പോസ്റ്ററിൽ കാണുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രകടനമുണ്ട്. അത് നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കും. SJ സൂര്യ സ്ക്രീനിൽ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ ഈ സിനിമയിൽ അങ്ങനെ വലിയ രീതിയിൽ നമ്മൾ ബാക്കിയുള്ള ഈ കഴിഞ്ഞ സമയത്തൊക്കെ വന്നിട്ടുള്ള SJ സൂര്യയുടെ ഒരു വലിയൊരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റില്ല. വളരെ സബ്റ്റിൽ ആയിട്ടുള്ള പക്ഷെ നല്ല മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു SJ സൂര്യയുടേത്. പിന്നെ സുദീപ് കിഷനും അപർണ ബാലമുരളിയും തമ്മിലുള്ള റൊമാൻസും അവരുടെ ഒരു സോങ് ഉണ്ട്, അത് നല്ല അടിപൊളിയായിരുന്നു. ഒറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളൂ. ധനുഷിന്റെ അനിയനായിട്ടാണ് സുദീപ് കിഷൻ വരുന്നത്. ഈ സുദീപ് കിഷനും അപർണ ബാലമുരളിയും തമ്മിലുള്ള റൊമാൻസ് ഒക്കെ നന്നായി തന്നെ വർക്കായിട്ടുണ്ട്. പക്ഷെ ഇയാളുടെ അനിയത്തി, അതായത് ഈ തുഷാര വിജയന്റെ കല്യാണത്തിന്റെ കേസ് വരുമ്പോൾ മാത്രം വളരെ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കണ്ടുപിടിച്ച് അങ്ങനെ ടിപ്പിക്കൽ ഒരു കല്യാണം പോലെയാണ് പോകുന്നത്. അനിയനെ ഇതുപോലെ കളർഫുൾ ആയിട്ട് പ്രേമിക്കാമെങ്കിൽ അനിയത്തിക്കും പ്രേമിക്കാവുന്നതാണ്. അതുകൂടി ഒന്ന് പരിഗണിക്കാമായിരുന്നു. കാളിദാസ് ജയറാമിന്റെ പെർഫോമൻസും നന്നായിരുന്നു. കോളേജിലെ ചില സീനും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ക്യാമ്പസ് മൂവിയിലൊക്കെ കണ്ടിട്ടുള്ള സീൻ തന്നെയാണ്. എല്ലാവരും കുഴപ്പമില്ല, നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇന്റർവെല്ലിന് ശേഷം സിനിമ ഫുൾ ആയിട്ട് ഓൺ ആയിട്ടുണ്ട്. പിന്നെ ആക്ഷനാണ് കൂടുതൽ പ്രാധാന്യം വന്നിട്ടുള്ളത്. അഭിനയവും ആക്ഷനും നല്ല കിടിലായി തന്നെ ചെയ്തിട്ടുണ്ട്. എടുത്തു വരേണ്ടത് ഇനി മ്യൂസിക് ആണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗംഭീരമായിരുന്നു. അതുപോലെ തന്നെ സിനിമയിലെ പാട്ട് ഞാൻ പറഞ്ഞല്ലോ, സുദീപും അതുപോലെ തന്നെ അപർണ ബാലമുരളിയുള്ള ഒരു സോങ്ങും അടിപൊളിയായിരുന്നു. പിന്നെ സിനിമയുടെ അവസാന ഭാഗത്ത് വരുന്ന ഒരു വലിയൊരു സോങ് ഉണ്ട്, ഒരു സെലിബ്രേഷൻ മോഡിലുള്ള സോങ് ഉണ്ട്, അതും അതിഗംഭീരമായിരുന്നു. സിനിമയുടെ കോറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് പ്രഭുദേവയാണ്. അത് നമുക്ക് ആ ഗ്രൂപ്പ് സോങ്ങിൽ തന്നെ കാണാനുണ്ട്. അതിന്റെ ഒരു പ്രഭുദേവയുടെ സ്റ്റൈൽ ഉണ്ടല്ലോ, അത് മൊത്തം നമുക്ക് ആ ഒരു സോങ്ങിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ കളർ ടോണ്, സിനിമാറ്റോഗ്രഫി എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു ആക്ഷൻ മൂവിയാണ്. ഇഷ്ടംപോലെ വയലൻസ് ഉണ്ട്, നല്ല ബ്ലഡ് ബാത്ത് ഉണ്ട്. അതുകൊണ്ട് ആക്ഷൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കയറാതിരിക്കുന്നതാണ് നല്ലത്. ആക്ഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. രായൻ ധനുഷ് തന്നെയാണ് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ഒരു മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. നോർമൽ ആയിട്ടുള്ള ഒരു പ്ലോട്ട്, പക്ഷെ എന്റെ അവതരണവും കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു. അപ്പൊ ഇതാണ് രായൻ.